നമസ്തേ. ഗീതാ സബരിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗീതാ സബരിയയിൽ ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ 13-ാം ശ്ലോകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ഭഗവാൻ അർജുനൻ്റെ ശോകമോഹങ്ങൾ ഇല്ലാതാക്കുന്നതിനായി അദ്ദേഹത്തോട് കർമ്മയോഗത്തിൻ്റെ, യജ്ഞത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. യജ്ഞം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് കർമ്മയോഗത്തെ തന്നെയാണ്. അതായത് ഫലാഭിസന്ധിയില്ലാതെ, കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള വേവലാതിയില്ലാതെ ആ ചേഷ്ടകളിൽ, പ്രോസസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിന് യജ്ഞം എന്നും പറയും. ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, സഹയജ്ഞാഹ പ്രജാഹ സൃഷ്ട്വ, യജ്ഞത്തോടു കൂടിയ പ്രജകളെ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവ് അവരോട് പറഞ്ഞു, ഈ യജ്ഞം കൊണ്ട് അഥവാ ഈ കർമ്മയോഗം കൊണ്ട് നീ പുരോഗതിയെ പ്രാപിക്കുക എന്ന്. അതായത് കർമ്മം ചെയ്യാം, അല്ലെങ്കിൽ കർമ്മയോഗം ചെയ്യാം. കർമ്മം ചെയ്യുന്നതിലൂടെ സ്വാഭാവികമായും മനുഷ്യൻ്റെ ആഗ്രഹം കൊണ്ട്, ദുരാഗ്രഹം കൊണ്ട് മനുഷ്യൻ ഈ കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് വറീഡാകാൻ തുടങ്ങും. എനിക്കിതിൻ്റെ ഫലം കിട്ടുമോ, എനിക്കിതിൻ്റെ ഫലം കിട്ടുമോ, ഞാൻ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടുമോ എന്നുള്ള ആ ഒരു വറീസ് മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ആ കർമ്മം വേണ്ട പോലെ ആകാതിരിക്കുകയും അതേപോലെ ഈ അത്യാഗ്രഹത്തിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഇതാണ് കർമ്മം, കേവലം കർമ്മം. എന്നാൽ ഈ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റുന്നതിലൂടെ, ആ കർമ്മയോഗത്തെ ഫലാഭിസന്ധിയില്ലാതെ, അതിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള വേവലാതികളില്ലാതെ ചെയ്യുന്ന സമയത്ത് അത്യാഗ്രഹമില്ലാതെ ആ പ്രോസസ്സിൽ ഏകാഗ്രതയോടുകൂടി ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഈ യജ്ഞത്തിൻ്റെ ഫലമായി, ഇങ്ങനെ കർമ്മയോഗം ചെയ്യുന്നതിൻ്റെ ഫലമായി അയാളുടെ ഉള്ളിൽ ഒരു വാസന രൂപപ്പെടും. അതിനെക്കുറിച്ചാണ് ശ്രീ ഭഗവാൻ ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ ഓരോ അനുഭവവും, ജീവിതത്തിലെ ഓരോ അനുഭവവും നമ്മുടെ ഉള്ളിൽ ഒരു വാസന സൃഷ്ടിക്കുന്നുണ്ട്. വാസന എന്ന് പറഞ്ഞാൽ ഒരു ടെൻഡൻസിയാണ്, വളരെ സട്ടിലായിട്ടുള്ള ഒരു ടെൻഡൻസി. ഓരോ അനുഭവവും, നമ്മൾ കാണുന്ന കാഴ്ച, നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ, നമ്മൾ അനുഭവിക്കുന്നവ, സന്തോഷം, ദുഃഖം, ഭയം, ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ ഈ വാസനകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ വാസനകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് വീണ്ടും പുതിയ നമ്മുടെ പ്രതികരണങ്ങളും നമ്മുടെ ബിഹേവിയർ എല്ലാം ഉണ്ടാകുന്നത്. ഈ വാസനകളിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ യജ്ഞം എന്ന് പറയുന്നത്, കർമ്മയോഗം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള, ആത്മനിയന്ത്രണത്തിൻ്റെതായിട്ടുള്ള, അത്യാഗ്രഹത്തിൻ്റെ പുറകെ പോകാത്ത, കൃത്യമായ ഏകാഗ്രമായി കർമ്മം ചെയ്യുന്നതായ ഒരു വാസന ഈ വ്യക്തിയിൽ വളർത്തിയെടുക്കാൻ തുടങ്ങും. അത് ആ വ്യക്തിക്ക് വേണ്ട പോലെ ഒരു സംയമനത്തോടുകൂടി ചിന്തിക്കാനും അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ രൂപപ്പെട്ടു വരാൻ സഹായിക്കും. ഇതാണ് കർമ്മയോഗത്തിൻ്റെ പ്രാധാന്യം. കർമ്മയോഗം എന്ന് പറയുന്നത് ആ വ്യക്തിയെ തന്നെ, ആ വ്യക്തിയുടെ സ്വഭാവത്തെ തന്നെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതാണിവിടെ ശ്രീഭഗവാൻ പറയുന്നത്. ഈ 13-ാമത്തെ ശ്ലോകത്തിൽ ശ്രീഭഗവാൻ പറയുന്നു, ഈ യജ്ഞം എങ്ങനെയാണ് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഭഗവത്ഗീത എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു യൂസർ മാനുവലാണ്. മനസ്സിനെക്കുറിച്ചുള്ള അറിവും മനസ്സിനെ എങ്ങനെ ഭംഗിയായി വിനിയോഗിക്കണം എന്നുള്ള ധാരണയും ഒരാൾക്കുണ്ടാകുന്നതിൻ്റെ ഫലമായി അയാൾ ആത്യന്തിക ദുഃഖനിവൃത്തിയിലേക്ക് വളരുന്നതാണ്. അതാണ് മോക്ഷം, ആത്യന്തിക ദുഃഖനിവൃത്തി. അതിലേക്ക് വളരുന്ന ആ ഒരു പടിപടിയായി ആ വളർച്ചയുടെ പാഠങ്ങളാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ ശ്ലോകത്തിലൂടെ യജ്ഞം എങ്ങനെയാണ് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്, മനസ്സിന് പരിശുദ്ധിയും വികാസവും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം. നോക്കൂ. യജ്ഞശിഷ്ടാസിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഖം പാപ
യേ പചന്ത്യാത്മകാരണാത് യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ. യജ്ഞശിഷ്ടാശിനഃ സന്തഃ. യജ്ഞശിഷ്ടത്തെ അശിക്കുന്നവരായ, യജ്ഞം ചെയ്തതിന് ശേഷം അഥവാ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായി അയാൾക്ക് ലഭിക്കുന്നത് എന്തായാലും, കാരണം അയാൾ കർമ്മഫലത്തെക്കുറിച്ച് അയാൾ വറീഡല്ല. അവിടെ എന്ത് കിട്ടിയാലും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് കിട്ടും, ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറച്ച് കിട്ടും, ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും. അതാണ് ഈ പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്താൽ ഉള്ള ഗുണം. ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് കിട്ടിയെന്നിരിക്കില്ല, പക്ഷെ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ കിട്ടും. വേറെ അനവധി ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഈ ഫലം ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ യജ്ഞത്തിൻ്റെ ഫലമായി, കർമ്മയോഗത്തിൻ്റെ ഫലമായി അയാൾക്ക് ലഭിക്കുന്നത് എന്തോ അതിനെ അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്നാണ്. പക്ഷെ ഇവിടെ ആ ഭക്ഷിക്കുക എന്നുള്ളതിനെ ഒരു മെറ്റഫറാക്കി എടുക്കണം. അത് അനുഭവിക്കുക എന്ന്, അയാൾ സ്വീകരിക്കുക എന്നുള്ള അർത്ഥം എടുത്താൽ മതി. അങ്ങനെ കർമ്മയോഗം ചെയ്തതിൻ്റെ ഫലമായി, ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നയാളാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നയാൾ, അതിൽ അധ്യാപകനാണെങ്കിൽ അങ്ങനെ, കലാകാരനാണെങ്കിൽ അങ്ങനെ, ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായി അവർക്ക് കിട്ടുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനാണ് ഇവിടെ യജ്ഞശിഷ്ടാശിനഃ സന്തഃ. അങ്ങനെയുള്ളവരാണ് നല്ല മനുഷ്യർ. അതാണ് സജ്ജനങ്ങൾ. സന്തഃ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ, യജ്ഞശിഷ്ടത്തെ സ്വീകരിക്കുന്നവരായ സജ്ജനങ്ങൾ. അപ്പം അവർക്ക് ദുരാഗ്രഹമില്ല. ദുരാഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ മനസ്സ് വറീഡല്ല. അതുകൊണ്ട് തന്നെ ഏകാഗ്രമായി കർമ്മം ചെയ്യാനും കർമ്മം കഴിഞ്ഞാൽ സമാധാനമായിരിക്കാനും സാധിക്കും. അതുകൊണ്ട് ആ കർമ്മത്തിൻ്റെ ഫലമായി കിട്ടുന്നതെന്തോ അത് സമാധാനമായി അനുഭവിക്കാൻ സാധിക്കും. അതാണ് സജ്ജനങ്ങൾ എന്ന് അവരെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരും സമാധാനമായിരിക്കും, അവരുടെ ചുറ്റുപാടുമുള്ളവരും സമാധാനത്തിലായിരിക്കും, അവരുടെ കുടുംബമായാലും സമൂഹമായാലും ഒക്കെ സമാധാനത്തിലായിരിക്കും. അതേസമയം ഈ വ്യക്തി അസംതൃപ്തനാണ് അഥവാ അസംതൃപ്തയാണെങ്കിൽ ആ വ്യക്തിയുടെ ചുറ്റുപാടുമുള്ളവരും അതേപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കും. അതുകൊണ്ടാണ് ഇവിടെ സജ്ജനങ്ങൾ എന്ന് ഇവരെ പറയുന്നത്. അവര് സർവകിൽബിഷൈഹി മുച്യന്തേ. മുച്യന്തേ സർവകിൽബിഷൈഹി. സർവ കിൽബിഷങ്ങളിൽ നിന്നും, സർവ പാപങ്ങളിൽ നിന്നും അവർ മോചിക്കപ്പെടുന്നു. ഇവിടെ എന്താണ് പാപം, എന്താണ് പുണ്യം എന്ന് നമ്മളൊന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ അനുഭവവും ഒരാളുടെ ഉള്ളിൽ വാസന സൃഷ്ടിക്കുന്നുണ്ട്. ഈ വാസന ദുഃഖത്തിലേക്ക് നയിക്കുന്ന വാസനയാണെങ്കിൽ അതിന് പാപമെന്നും, അതേസമയം സന്തോഷത്തിലേക്ക് നയിക്കുന്ന, സമാധാനത്തിലേക്കും ഒക്കെ നയിക്കുന്ന വാസനയാണെങ്കിൽ അതിനെ പുണ്യമെന്നും പറയും. അപ്പോൾ പുണ്യകർമ്മവും പാപകർമ്മവും, പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് അയാൾക്കും അയാളുടെ ചുറ്റുപാടിലുള്ളവരെയും അങ്ങനെ നയിക്കുന്ന കർമ്മത്തെ, അത് ഏത് കർമ്മമായാലും ശരി, മറ്റൊരാളെ സഹായിക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അറിവ് പകർന്നു കൊടുക്കുക, ഇങ്ങനെ പലതരത്തിൽ ഇതെല്ലാം പുണ്യകർമ്മങ്ങളാണ്. അതേസമയം മറ്റൊരാളെ ദ്രോഹിക്കുക, നമ്മുടെ മനസ്സിൽ വിദ്വേഷവും അസൂയയും മറ്റും വെച്ച് പുലർത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ പാപകർമ്മങ്ങളാണ്. കാരണം എന്താണ്? അത് ദുഃഖത്തിലേക്ക് നയിക്കുന്ന വാസനയാണ് ഈ ചെയ്യുന്നയാൾക്കും ചുറ്റുപാടുമുള്ളവർക്കും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പാപം, കിൽബിഷം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ കിൽബിഷത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടാനുള്ള മാർഗം, അപ്പോഴാണ് മനസ്സ് ശുദ്ധമായിത്തീരുന്നത്. ഭഗവത്ഗീത പിന്നീട് മറ്റൊരവസരത്തിൽ പറയുന്നുണ്ട്, ത്രിവിധം നരകസ്യേതം ദ്വാരം നാശനമാത്മന. ഈ ആത്മജ്ഞാനത്തെ നശിപ്പിക്കുന്ന ദുഃഖകരമായ നരകത്തിലേക്ക്, നരകം എന്ന് പറഞ്ഞാൽ നിത്യ ദുഃഖം അനുഭവിക്കുന്ന മാനസികാവസ്ഥയാണ് നരകം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തുള്ള അങ്ങനെയല്ല നരകം. ഇപ്പോഴാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് ആ മനസ്സിനകത്തുണ്ടാകുന്ന ആ ദുഃഖമാണ് നരകം എന്ന് പറയുന്നത്. 3 വിധത്തിലാണ് ഈ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ദ്വാരം അഥവാ വാതിലുകൾ. ഈ നരകം എന്ന് പറയുന്നത് നിത്യദുഃഖമാണ്. ആ നിത്യദുഃഖത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾ 3 അതെന്താണെന്നാണ് പറയുന്നത്? കാമം,
ക്രോധം തഥാ ലോഭം തസ്മാത് ഏതത്രയം ത്യജേത്. കാമവും ക്രോധവും ലോഭവും എന്ന് ഭഗവത്ഗീത പിന്നീട് പറയുന്നുണ്ട്. അങ്ങനെ ഈ കാമവും ക്രോധവും ലോഭം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ്. മറ്റുള്ളവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്തിട്ട് ഞാൻ വളരെ മോശമാണെന്ന് തോന്നിയിട്ട് അതിൻ്റെ ഫലമായി മനസ്സിൽ അസൂയയും ദുരാഗ്രഹവും ഒക്കെ, അതാണ് ലോഭം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സൈക്കോളജിയാണ് ലോഭം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ മനോഭാവങ്ങളെല്ലാം ഒരാളിൽ ഉണ്ടായി വരുന്നതിന് കാരണം അയാളുടെ ഉള്ളിലുള്ള ഈ വാസനകളാണ്. ഈ വാസനകളെ ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് യജ്ഞം അഥവാ കർമ്മയോഗം. ആ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ഒരു പുതിയ ചാനൽ നമ്മൾ സൃഷ്ടിക്കുകയാണ് നമ്മുടെ മനസ്സിൽ. അതായത് ഫലാഭിസന്ധിയില്ലാതെ, ദുരാഗ്രഹമില്ലാതെ, വേവലാതിയില്ലാതെ ശാന്തമായി സമാധാനമായി കർമ്മം ചെയ്യുന്നതിൻ്റെതായ ഒരു ചാനൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പുതിയതായി സൃഷ്ടിക്കുകയാണ് കർമ്മയോഗത്തിലൂടെ. അതുകൊണ്ടാണ് സർവകിൽബിഷൈഹി മുച്യന്തേ, എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് വാസനകളിൽ നിന്നും അയാളുടെ മനസ്സ് മുക്തമായിത്തീരുന്നു. എപ്പോൾ? ഈ യജ്ഞത്തിലേർപ്പെടുന്നതിലൂടെ അഥവാ കർമ്മയോഗത്തിലേർപ്പെടുന്നതിലൂടെ. അത് കർമ്മയോഗത്തിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ എടുത്തു കാണിക്കുകയാണ്, കർമ്മയോഗത്തെ പ്രശംസിക്കുകയാണ്. യേ ആത്മകാരണാത് പചന്തി, ആരാണോ അവനവന് വേണ്ടി മാത്രം, സ്വാർത്ഥതയോടുകൂടി അവനവന് വേണ്ടി മാത്രം, ഈ പറയുന്ന കർമ്മഫലത്തോടുള്ള അഭിവാഞ്ചയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. കാരണം എനിക്കത് കിട്ടണം എന്നുള്ള ഒരു അഭിവാഞ്ചയുണ്ടല്ലോ, ആ അഭിവാഞ്ചയാണ് ഇവിടെ സ്വാർത്ഥത എന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മകാരണാത്, സ്വാർത്ഥതയോടുകൂടി എനിക്ക് മാത്രം കിട്ടണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ആരാണോ പചന്തി, വീണ്ടും ആ നേരത്തെ അശിക്കുക എന്ന വാക്ക് ഒരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചതുപോലെ ഇവിടെ വീണ്ടും പചന്തി, പചിക്കുക എന്ന് പറഞ്ഞാൽ പാകം ചെയ്യുക, ഭക്ഷണം പാകം ചെയ്യുക. ഭക്ഷണം പാകം ചെയ്യുന്നത് മാത്രമല്ല, ഏത് വിധത്തിലുള്ള കർമ്മവും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഫീസിലായാലും ബിസിനസ്സായാലും ഒരു അധ്യാപകനായാലും കലാകാരനായാലും കൃഷിക്കാരനായാലും അങ്ങനെ ഏതു വിധത്തിലുള്ള കർമ്മം ചെയ്യുന്നയാളായാലും അയാൾ ആത്മകാരണാത് പചന്തി, ആത്മകാരണം, ആ സ്വാർത്ഥതയോടുകൂടി എനിക്ക് മാത്രം കിട്ടണം എന്നുള്ള വിചാരത്തോടുകൂടി അയാൾ ആ കർമ്മം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, കർമ്മയോഗമല്ലാതെ ഫലാഭിസന്ധിയോടുകൂടി കർമ്മം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, തേ അവരാകട്ടെ, ആ പാപന്മാർ, തേ പാപാഹ, ആ പാപന്മാർ, അഖം ഭുഞ്ചത്തെ, പാപത്തെ തന്നെയാണ് ഭുജിക്കുന്നത്. അതായത് അവർ വീണ്ടും വീണ്ടും അവരുടെ ഉള്ളിൽ ഈ നെഗറ്റീവായിട്ടുള്ള വാസനകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭുഞ്ചതേ തേ തു അഖം പാപാഹ, തേ പാപാഹ അഖം ഭുഞ്ചതേ, ആ പാപന്മാർ, അതായത് നിരന്തരം ഈ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായി അവരുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള വാസനകൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവരെ പാപന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പാപം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കണം. പാപം എന്നുള്ളതിന് മനഃശാസ്ത്രപരമായ അർത്ഥമാണ് ഭഗവത്ഗീതയിൽ എടുക്കുന്നത്. അത് നെഗറ്റീവായ വാസന മനസ്സിൽ സൃഷ്ടിക്കുന്ന കർമ്മമാണ് പാപം. ആ പാപം ചെയ്യുന്നവരാണ് പാപാഹ എന്നിവിടെ പറയുന്നത്, പാപന്മാർ എന്നിവിടെ പറയുന്നത്. യേ പചന്തി ആത്മകാരണാത്, യാതൊരുവരാണോ ആത്മകാരണാത് പചന്തി, അവനവന് വേണ്ടി മാത്രം, സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നത്, അവർ പാപത്തെ തന്നെയാണ് ഭുജിക്കുന്നത്. അതായത് അവരുടെ ഉള്ളിൽ ഈ നെഗറ്റീവായ വാസനകളാണ് ഉണ്ടാകുന്നത്. ഈ നെഗറ്റീവായിട്ടുള്ള വാസനകൾ ഉണ്ടായാൽ എന്താ കുഴപ്പം? ഉണ്ടായാൽ അവനവൻ്റെ ഉള്ളിലേക്ക് ആ ആത്മദർശനം, ആത്മവിമർശനം സാധിക്കാതെ വരും. അവനവനെ തന്നെ നോക്കിക്കാണാൻ കഴിയാതെ വരും. അങ്ങനെ അവനവനെ തന്നെ നോക്കിക്കാണുമ്പോഴാണ് ഈ ശരീരമനസ്സുകളാകുന്ന ക്ഷേത്രവും അതിൽ നിന്ന് വ്യത്യസ്തനായ ക്ഷേത്രജ്ഞനും, അതായത് ശരീരമനസ്സുകളെ കാണുന്നവനായ ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം ഒരാൾക്ക് വ്യക്തമാകുന്നത്, ഒരാൾ അറിയുന്നത്, അനുഭവിക്കുന്നത്. അതിന് മനഃശുദ്ധി ആവശ്യമാണ്, ശാന്തി ആവശ്യമാണ്. ശാന്തമായ
സമാധാനപൂർണമായ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ ഒഴുകുന്ന ഒരു മനസ്സ് ഉള്ള ഒരാൾക്ക് മാത്രമേ ആ ഉള്ളിലേക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളിലേക്ക് കാണുമ്പോഴേ ഈ ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതാണ് ഭഗവത്ഗീത പിന്നീട് പറയുന്നത് പോലെ ക്ഷേത്രജ്ഞയോരേവമന്തരം ജ്ഞാനചക്ഷുഷ, ജ്ഞാനചക്ഷുസ് കൊണ്ട് അവനവൻ്റെ അറിവ് കൊണ്ട് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കാണുന്ന അറിവ് കൊണ്ട് ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള അന്തരം, ആ അന്തരം തിരിച്ചറിയുമ്പോഴാണ് ഒരാൾക്ക് മോക്ഷം. അയാൾ ശരീരമനസ്സുകളുടെ ദുഃഖത്തിൽ നിന്ന്, ശരീരമനസ്സുകളാണ് ദുഃഖത്തിൻ്റെ ഉറവിടം, ആ ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ ആത്മാവാണ് ഞാൻ എന്ന് മനസ്സിലാകുന്നതോടെ ദുഃഖങ്ങളിൽ നിന്ന് ഒരൽപ്പം ഇങ്ങനെ മാറി നിന്ന് അയാൾക്കതിനെ കാണാൻ കഴിയും. അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു അനാസക്തി യോഗം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് മാറി നിന്ന് കാണാൻ ഉള്ള കഴിവ് വളർത്തിയെടുക്കുക. ഈ കഴിവ് വളർത്തിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സാധനാമാർഗമായി ഭഗവത്ഗീത പറയുന്നത് ഈ കർമ്മയോഗമാണ്, അഥവാ യജ്ഞമാണ്. ഈ യജ്ഞകർമ്മങ്ങൾ, കർമ്മയോഗം ചെയ്യുന്നതിൻ്റെ ഫലമായി ഒരാൾക്ക് അവനവനെ തന്നെ കാണാനും ഈ ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയ നിത്യനായ, എല്ലാ കാലത്തും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയാൻ ഉള്ള കഴിവ് ഒരാൾക്ക് ഉണ്ടായി വരും. അതാണ് മോക്ഷം എന്ന് ഭഗവത്ഗീത പറയുന്നത്. ഈ കർമ്മയോഗത്തെ പ്രശംസിക്കുകയാണ്. കർമ്മയോഗം ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ, ഈ പ്രകൃതിയുടെ തന്നെ നിലനിൽപ്പിനും ഈ കർമ്മയോഗം അത്യാവശ്യമാണ് എന്ന് നേരത്തെ പറഞ്ഞു. അതായത് ദേവാൻ ഭാവേതാനേന, പ്രകൃതി ശക്തികളെ നീ കർമ്മയോഗം കൊണ്ട് നീ പോഷിപ്പിക്കുക. അതേപോലെ തേദേവാ ഭാവയന്തുവ, ഈ പ്രകൃതി ശക്തികൾ നിന്നെ പോഷിപ്പിക്കട്ടെ. അങ്ങനെ പരസ്പരം ഭാവയന്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോഷിപ്പിച്ചുകൊണ്ട് നീ ശ്രേയസ്സിനെ പ്രാപിക്കാൻ ബ്രഹ്മാവ് പറയുന്നതായി ശ്രീ ഭഗവാൻ പറഞ്ഞു. ഇനി അതെങ്ങനെയാണ് എന്നാണ് ഇനി അടുത്ത ശ്ലോകം പറയുന്നത്. അത് അടുത്ത ഗീതാ സപര്യയിൽ നമുക്ക് കാണാം. ഗീതാ സപര്യയുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.